നാളെ പഠിക്കാം എന്ന് നമ്മളെല്ലാവരും എപ്പോഴും വിചാരിക്കുന്ന ഒരു തെറ്റായ കാര്യമാണല്ലേ. നമുക്കത് മാറ്റണം എന്നുണ്ടാവും, എന്നാൽ നമുക്കത് മാറ്റാൻ പറ്റാതെ ഉണ്ടാവും. പ്രോക്രാസ്റ്റിനേഷൻ എന്നൊക്കെ പറയും നമ്മളിതിനെ. നാളെ നീളെ എന്ന് പറഞ്ഞിട്ട് കാര്യങ്ങൾ ഇങ്ങനെ ലേറ്റ് ആക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത് പഠിത്തത്തിൻ്റെ കാര്യത്തിന് ഭയങ്കരമായിട്ട് എഫക്റ്റ് ചെയ്യും. അപ്പോൾ നിങ്ങൾക്കിത് റിലേറ്റബിൾ ആണെന്നുണ്ടെങ്കിൽ ഒന്ന് താഴെ യെസ് എന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. അതായത് നമ്മളെല്ലാവർക്കും പറ്റുന്ന ഒരു കാര്യമാണത്. ഈ നമ്മൾ കറക്റ്റായിട്ട് പ്ലാൻ ചെയ്യുന്നു, പക്ഷെ ഒന്നും കറക്റ്റ് നടക്കില്ല. നാളെ മുതൽ തുടങ്ങാം ഇതിങ്ങനെ വിചാരിക്കുന്ന ആൾക്കാരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ താഴെ ഒന്ന് യെസ് എന്ന് കമൻറ്റ് ചെയ്യട്ടോ മക്കളെ. അപ്പോൾ ശ്രുതി മിസ് ആണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു അടിപൊളി ടെക്നിക്ക് പറഞ്ഞു തരാനാണ് വന്നത്. പോമോഡോറോ ടെക്നിക്ക്. ഓക്കെ, നല്ല രസമില്ലേ പേര്, പോമോഡോറോ ടെക്നിക്ക്. അപ്പോൾ ഈ ഒരു പേര് വന്നിട്ടുള്ളത് ടൊമാറ്റോനെ കട്ട് ചെയ്യുന്ന ഒരു നൈഫിൽ നിന്നാണ് കേട്ടോ. ഒരു ഇറ്റാലിയൻ നൈഫിൽ നിന്നാണ് ഈ ഒരു പേര് വന്നത്. അപ്പോൾ എന്താണ് പോമോഡോറോ ടെക്നിക്ക്? ഓക്കെ, അപ്പോൾ പോമോഡോറോ ടെക്നിക്ക് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ആദ്യം നമുക്ക് നല്ല പോലെ ഇരുന്ന് പഠിക്കാൻ പറ്റുന്ന ഒരു സ്ഥലം സെലക്ട് ചെയ്യാം. ഓക്കെ, അധികം ഡിസ്ട്രാക്ഷൻസ് ഒന്നും ഇല്ലാത്ത, കാറ്റും വെളിച്ചവും ഒക്കെ നല്ലോണമുള്ള, സിറ്റിംഗ് പോസ്റ്ററൊക്കെ കറക്റ്റ് ആയിട്ടുള്ള ഒരു സ്ഥലം നിങ്ങൾ തിരഞ്ഞെടുക്കാം. അതിനുശേഷം ചൂസ് വൺ ടാസ്ക്. നിങ്ങൾ എന്തെങ്കിലും ഒരു ടാസ്ക്, ഇപ്പോൾ ഇന്ന് പഠിപ്പിച്ചത് ഞാൻ ബയോളജി നിങ്ങളൊരു ചാപ്റ്റർ പഠിപ്പിച്ചു, അപ്പോൾ ആ ചാപ്റ്റർ നിങ്ങൾ പഠിക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ ടാസ്ക് എന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ ആ ഒരു ഒറ്റ ടാസ്ക് കേട്ടോ, എല്ലാം കൂടിയല്ല, ഒറ്റ ടാസ്ക് നമ്മൾ വിചാരിച്ചു. എന്നിട്ട് 25 മിനിറ്റിന് നിങ്ങളൊരു ടൈമർ വെക്കുക. ഓക്കെ, നിങ്ങളുടെ ഫോണിലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നിങ്ങളൊരു ടൈമർ വെക്കുക. ടൈമർ വെച്ചതിന് ശേഷം ആ ഒരു പണിയെടുക്കുക. ഓക്കെ, 25 മിനിറ്റ് നമ്മൾ ടൈമർ വെച്ചിട്ടുണ്ട്. ആ 25 മിനിറ്റ് നിങ്ങൾ വേറെ ഒന്നിലും ഡിസ്ട്രാക്റ്റഡ് ആവാതെ ഈ ഒരു കാര്യം നിങ്ങൾ ചെയ്യാം. ഒരു 25 മിനിറ്റ് നമുക്ക് ഫോക്കസ് ചെയ്തിരുന്നൂടെ? അപ്പോൾ നമ്മളത് ചെയ്യാം. എന്നിട്ട് നമ്മുടെ അലാറം എന്ത് ചെയ്യും, 25 മിനിറ്റ്സ് ആകുമ്പോൾ സ്റ്റോപ്പ് ആവും അല്ലേ. അപ്പോൾ സ്റ്റോപ്പ് വെൻ ദ ടൈമർ എൻഡ്സ്. അപ്പോൾ നിങ്ങളത് നിർത്തുക, പഠിക്കുന്ന കാര്യം നിങ്ങൾ നിർത്തുക, ആ ഒരു ടാസ്ക് നിങ്ങൾ അവിടെ സ്റ്റോപ്പ് ചെയ്യുക. എന്നിട്ട് ഒരു 5 മിനിറ്റ് നിങ്ങൾ ബ്രേക്ക് എടുക്കുക. ആ ബ്രേക്കിൽ നിങ്ങൾക്ക് എന്തും ചെയ്യാം കേട്ടോ. ജസ്റ്റ് ഒന്ന് നടന്ന് വരാം, പേരൻസിനോടൊക്കെ സംസാരിച്ച് വരാം. ഫോണും TV ഒന്നും യൂസ് ചെയ്യാതിരിക്കുക, കാരണം അത് 5 മിനിറ്റിൽ നിൽക്കില്ല നമ്മുടെ കയ്യിൽ, അതിൻ്റെ അപ്പുറത്തേക്ക് പോയിപ്പോൾ. അതുകൊണ്ട് അത് ചെയ്യാതിരിക്കുക. ബാക്കിയുള്ള എന്തും നിങ്ങൾക്ക് ചെയ്യാം. കുറച്ച് വെള്ളമൊക്കെ കുടിച്ച് വരാം. ഓക്കെ, സ്നാക്സ് ഒക്കെ കുറച്ചിട്ട് വരാം, അതൊക്കെ ചെയ്യാം. എന്നിട്ട് 5 മിനിറ്റ് ബ്രേക്ക് എടുത്തതിന് ശേഷം ഇതേപോലെ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു 3 തവണ റിപ്പീറ്റ് ചെയ്യുക. ഓക്കെ, ഇതേ ഒരു സൈക്കിള് നമ്മൾ ഈ പറഞ്ഞ 25 മിനിറ്റ്സ് ദെൻ 5 മിനിറ്റ്സ് ബ്രേക്ക്, 25 മിനിറ്റ്സ് 5 മിനിറ്റ്സ് ബ്രേക്ക്, അങ്ങനെ 3 തവണ നിങ്ങൾ റിപ്പീറ്റ് ചെയ്യാം. ഓക്കെ, അതിനുശേഷം ഈ 3 തവണ റിപ്പീറ്റ് ചെയ്തതിന് ശേഷം ഒരു 30 മിനിറ്റ് ലോങ്ങർ ബ്രേക്ക് എടുക്കുക. ഓക്കെ, ഇങ്ങനെ നിങ്ങളൊരു ടാസ്ക് ചെയ്ത് നോക്കിയേ. വളരെ എഫക്റ്റീവ് ആയിട്ടുള്ളൊരു മെത്തേഡാണ്, ഭയങ്കര ഫേമസ് ആയിട്ടുള്ളൊരു മെത്തേഡാണ്. നിങ്ങൾ ഗൂഗിളിൽ അടിച്ചു നോക്കിയാൽ വരെ നിങ്ങൾക്ക് കിട്ടും. അത്രയും ഫേമസ് ആയിട്ടുള്ള മെത്തേഡാണ് കേട്ടോ. അപ്പോൾ ഇത് നിങ്ങൾക്ക് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. അതായത് ഒരുപാട് കുട്ടികൾ ഇതിൻ്റെ താഴെ കമൻറ്റ് ചെയ്ത് കണ്ടിട്ടുണ്ട്. പൊമോഡോറോ ടെക്നിക്സിനൊക്കെ ഒരുപാട് വീഡിയോസ് ഉണ്ട്. അതിന് താഴെ കുട്ടികളൊക്കെ കമൻറ്റ് ചെയ്തിട്ടുണ്ട്, പണ്ട് ഞാൻ ഭയങ്കര ഡിസ്ട്രാക്റ്റഡ് ആയിട്ട് പഠിക്കുന്ന ഒരാളാണ്, 20 മിനിറ്റ് പോലും എനിക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റാത്ത ഒരാളാണ്. ഇപ്പം ഞാൻ 2 മണിക്കൂർ ഹൈലി ഫോക്കസ്ഡ് ആയിട്ട് ഇരുന്ന് പഠിക്കുന്നു. അപ്പോൾ നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എല്ലാവരും പോമോഡോറോ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. വരുന്നവർ വിചാരിക്കട്ടെ, ആഹാ ഇതെന്താ സംഭവം. ഓക്കെ, അപ്പോൾ എല്ലാവരും പോമോഡോറോ എന്ന് കമൻറ്റ് ചെയ്യുക.